ഇത്ര നേരമായിട്ടും അമ്മ എന്താണ് ഈശ്വര വരാത്തേ? ഏട്ടന്റെ കൂടെ എങ്ങാനും പോയാൽ മതിയായിരുന്നില്ലേ? ഇതാണെങ്കിൽ പിള്ളേരാണെങ്കിൽ കൂടെയും പോകുന്നു, പേടിയാകുന്നു. ഈ വെള്ളത്തിലോട്ടങ്ങ് വീണാൽ കഴിഞ്ഞു കഥ. ഐസ്ക്രീം അത് നീ കഴിക്ക്, എനിക്ക് പാത്രത്തിൽ അവസാനം മതി. മുകളിൽ കാണുന്ന ഭാഗം നിന്റെ, താഴത്തെ എന്റെ. കഴിക്ക്. അയ്യടാ, എനിക്ക് അവസാനം മതി, നീ അത് കഴിച്ചോ. എനിക്ക് ആ പാത്രം ഭയങ്കര ഇഷ്ടമായി തിന്നാന്. അത് ഞാനല്ലേ പറഞ്ഞേ, ഐസ്ക്രീം മൊത്തം അലിഞ്ഞു പോകുന്നു, വേണേൽ കഴിക്ക്. ഐസ്ക്രീം വാങ്ങാൻ പോയ ആ പിള്ളേരെയും കാണുന്നില്ലല്ലോ എന്റെ ഈശ്വര. ഇവരെ ഒന്നും കൊണ്ട് ഒരു വഴിക്ക് പോരാൻ പറ്റില്ല. ഐസ്ക്രീം മൊത്തം രാമ കഴിച്ചു. അല്ല അല്ല, ലക്കിയ എനിക്ക് തരാതെ മൊത്തം കഴിച്ചേ. എനിക്ക് അവൻ തന്നില്ല. ഇനി അതിന് വഴക്ക് കൂടിയിട്ടാണോ വരുന്നേ? ഒരു ഐസ്ക്രീം വാങ്ങാനേ ആന്റിയുടെ അടുത്ത് പൈസയുള്ളൂ എന്ന് പറഞ്ഞതല്ലേ? അത് മതിയെന്ന് നിങ്ങളല്ലേ പറഞ്ഞേ? പിന്നെ എന്തിനാ വഴക്ക് കൂടുന്ന കുട്ടികളെ? വഴക്ക് കൂടിയതല്ല, അവൻ എനിക്ക് ഐസ്ക്രീം തരാതെ കഴിച്ച് അവസാനം മതിയെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കാതെ മൊത്തം ലക്കി കഴിച്ചാണ്ടി. ഞാൻ പേടിച്ചു, കടലിലോട്ട് വീഴാൻ പോകുവാണെന്ന് ഞാൻ വിചാരിച്ചു. അയ്യോ, അതാണ് എന്റെ എപ്പോഴും പറയാറ്, ഇങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ വരുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന്. ഇപ്പൊ തന്നെ താഴോട്ട് വീണിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഒന്നും പറ്റാതിരുന്നത് ഭാഗ്യം. ഈശ്വരനോട് നന്ദി പറയൂ. വെള്ളത്തിലോട്ടാണ് സ്ലിപ്പ് ആവുന്നതെങ്കിൽ പിന്നെ തിരിച്ചിങ്ങോട്ട് കിട്ടില്ല. ആരാണ് ഓടിച്ചെന്ന് രക്ഷപ്പെടുത്താനല്ലേ? ഇവിടെയെങ്ങും ഒരു മനുഷ്യനെയും കാണുന്നു പോലുമില്ല. അതെ അതെ, ഇവിടെ നിറയെ പാറകളാ, വീണ അതിന്റെ ഉള്ളിലോട്ട് അങ്ങ് പോകും. എന്ത് ഭംഗിയുള്ള സ്ഥലമല്ലേക്ക്, നിറയെ പാറകളൊക്കെ ആയിട്ട്. പാറയുടെ അപ്പുറത്താണെങ്കിൽ നിറയെ ഒഴുകുന്ന വെള്ളവും നല്ല കാറ്റും കണ്ടിട്ട് കൊതി തീരുന്നില്ല. പോകുന്നത് എവിടേക്കാണെന്നൊന്ന് പറഞ്ഞിട്ട് എഴുന്നള്ളിക്കൂടെ എന്റെ മായേ? എവിടെയൊക്കെ ഞാൻ നിങ്ങളെ തിരഞ്ഞു, ഒന്ന് മിണ്ടിയിട്ട് പൊക്കൂടെ? നീ എന്നെ കാണിക്കാൻ ഹോസ്പിറ്റലിലേക്കാണോ വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ബീച്ചിൽ പോയി കുത്തിയിരിക്കാൻ വന്നതാണോ? ഞാൻ അവനെ ഒന്ന് കാണട്ടെ, പറയുന്നുണ്ട്. അങ്ങനെ കാണട്ടെ എന്ന് അമ്മ പറയുന്നേ ശ്യാമിനെ ആയിരിക്കും. എന്റെ കുറ്റം പറഞ്ഞു കൊടുക്കാനായിരിക്കും. അപ്പോ അത് ശ്യാമിനോട് ഞാൻ തന്നെ 100 വട്ടം പറഞ്ഞതാ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, എനിക്ക് വയ്യാ എന്ന്. എനിക്കിപ്പോ ശരിക്കും പേടിയാവുന്നു. ഇവിടെ നിന്ന് എനിക്ക് പോലും തോന്നുന്നില്ല. ചിലപ്പോ ഇവിടുന്ന് നടന്ന് കളിച്ചാലൊക്കെ നമ്മുടെ ചെരുപ്പൊക്കെ ആ പാറക്കെട്ടിന്റെ ഉള്ളിലോട്ട് വീഴും. ചിലപ്പോ എടുക്കാൻ ചെന്ന പാമ്പും ഉണ്ടാവും. അല്ലേലും നിനക്കിപ്പോ എന്നെ ഒരു വിലയുമില്ല. എന്ത് പറഞ്ഞാലും 40 എണ്ണം ഇങ്ങോട്ട് തന്നെ പറയും. ഇത് നല്ല തമാശ. അല്ലെങ്കിലും കാലാകാലം ഞാൻ അമ്മേനെ പേടിച്ചോണ്ട് ജീവിക്കാമെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മേ എവിടെയെങ്കിലും ഒപ്പ് വെച്ചിട്ടുണ്ടോ? നീ പറയടി, നന്നായിട്ട് പറയടി. വീട്ടിലെത്തിട്ടെ എനിക്കും വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. നീ നന്നായിട്ട് അങ്ങ് പറ. വീട്ടിന്ന് അടി, എപ്പോ നോക്കിയാലും വീട്ടിന്ന് അടി കൂടുന്ന പണി തന്നെ. ഇനിതേ ഇപ്പൊ ഇവിടെ വന്നിട്ട് മടി. എനിക്കതൊന്ന് കേൾക്കാനോ കാണാനോ വയ്യന്റെ ഈശ്വര. വരുന്നവരൊക്കെ എന്റെ കൂടെ ഓടിപ്പോന്നോളി. അയ്യോ, ബ്യൂട്ടിഫുൾ പ്ലേസ്. വാവ്, എന്ത് രസമുള്ള സ്ഥലങ്ങളാണ് എന്റെ ഈശ്വര. ഇവിടെയൊക്കെ കണ്ടിട്ട് വെള്ളത്തിലോട്ട് ചാടാനാ തോന്നുന്നേ. എന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാനാണെന്ന് പറഞ്ഞ് നീ വന്നിട്ട് നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇനി തിരിച്ച് വീട്ടിലോട്ട് ഞാനങ്ങ് ഒറ്റക്ക് ഒക്കോളാം. എന്റെ കൂടെ വരണ്ട. എന്നെ കാണിക്കാനാണെന്നും പറഞ്ഞ് ഇനി നീ പുറത്തോട്ട് ഇറങ്ങില്ല. ഇറങ്ങുന്നതൊന്നും എനിക്ക് കാണണം. ഇവിടെ ബീച്ചിൽ വന്നിരിക്കാനേ എൻ്റെ പേരും പറഞ്ഞല്ലേ ഇറങ്ങേണ്ടേ.